ഫുക്രിയിലേക്ക് സ്വാഗതം. അർജന്റീന ക്യാമ്പിൽ വീണ്ടും ആശങ്ക, പരിക്ക്. നിക്കോളസ് ടാഗ്ലിയാഫിക്കോയ്ക്ക് പരിക്കാണ് എന്നാണ് സൂചനയല്ല, പരിക്കാണ്. അപ്പോൾ ആദ്യ മത്സരം അൾജീരിയക്കെതിരെ ജൂൺ 17 നടക്കുന്ന ആദ്യ മത്സരം, അതായത് ബുധനാഴ്ചയാണ് മത്സരം നടക്കുക. ആ മത്സരം നഷ്ടപ്പെടും എന്ന് തന്നെയാണ് അറിയുന്നത്. രണ്ടാമത്തെ മത്സരമായ ഓസ്ട്രിയയുടെ മത്സരമാകുമ്പോഴേക്കെങ്കിലും ടാഗ്ലിയാഫിക്കോയെ സെറ്റാക്കാനാണ്, ടാഗ്ലിയാഫിക്കോയെ പരിക്ക് മാറ്റി കൊണ്ടുവരാനാണ് മെഡിക്കൽ സംഘം ശ്രമിക്കുന്നത്. എന്തായാലും നിക്കോളസ് ടാഗ്ലിയാഫിക്കോയ്ക്ക് പരിക്കാണ്. അതേസമയം നേരത്തെ ബലേഡി പരിക്കേറ്റ് ഒഴിവാക്കപ്പെട്ടപ്പോൾ മാർക്കോ സെൻസിയെ, കഴിഞ്ഞ ദിവസം ഇന്നലെ മാർക്കോ സെൻസിയെ ടീമിലേക്ക് കൊണ്ടുവന്നിരുന്നു. മാർക്കോ സെൻസി ഡിഫൻഡറാണ്, പ്രതിരോധ നിര താരമാണ്. അപ്പോൾ ടാഗ്ലിയാഫിക്കോയ്ക്ക് കൂടി പരിക്കിൻ്റെ ആശങ്കയുള്ളത് കൊണ്ടാണ് ബലേഡിയെ മാറ്റിയപ്പോൾ ഒരു പ്രതിരോധ നിര താരത്തെ, ഒരു ഡിഫൻഡറെ ടീമിലേക്ക് കൊണ്ടുവന്നത് എന്നും സൂചനയുണ്ട്. അങ്ങനെ സെൻസി വരുമ്പോൾ ടാഗ്ലിയാഫിക്കോയ്ക്ക് അൾജീരിയക്കെതിരെ കളിക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിൽ സെൻസി അതിനെ മറികടക്കാവുന്ന ഒരു റീപ്ലേസ്മെൻ്റ് ആണ് എന്ന നിലയിലാണ് കൊണ്ടുവന്നത് എന്ന് പറയുന്നു. സ്കലോണി ആ ഉൾക്കാഴ്ചയോടുകൂടി, ആ ദൃഷ്ടിയോടുകൂടിയാണ് കൊണ്ടുവന്നിരിക്കുന്ന സെൻസിയെ എന്നും പറയുന്നുണ്ട്. എന്തായാലും ടാഗ്ലിയാഫിക്കോ ആദ്യ കളിയിൽ ഉണ്ടാകില്ല. അതേസമയം ആശ്വാസത്തിൻ്റെ ഒരു വാർത്ത വരുന്നുണ്ട്. അതായത് എമിലിയാനോ മാർട്ടിനസ്, നേരത്തെ പരിക്കേറ്റിരുന്ന എമിലിയാനോ മാർട്ടിനസ് ആദ്യ കളിയിൽ തന്നെ ഉണ്ടാകും. ഗോൾ കീപ്പർ, ലോകപ്രസിദ്ധ ഗോൾ കീപ്പർ അർജന്റീനയുടെ, കഴിഞ്ഞ ലോകകപ്പ് അർജന്റീന നേടുന്നതിന് പ്രധാന കാരണങ്ങളിലൊന്ന് എമിലിയാനോ മാർട്ടിനസ് ആയിരുന്നു. മാർട്ടിനസ് ആദ്യ കളി മുതൽ ഉണ്ടാകും എന്ന സൂചന ഇപ്പോൾ അർജന്റീന ക്യാമ്പിൽ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതൊരു ശുഭസൂചനയാണ്. പ്രത്യേകിച്ച് ഒരു ഗോൾ കീപ്പറാണ് അദ്ദേഹം. പിന്നെ ടാഗ്ലിയാഫിക്കോ ഒരു ഡിഫൻഡറാണ്. അപ്പോൾ ടാഗ്ലിയാഫിക്കോയും മാർട്ടിനസും, എമി മാർട്ടിനസും ഒരുമിച്ചില്ലാതാകുന്ന ഒരു സാഹചര്യം ഒഴിവാക്കപ്പെടും. എമി മാർട്ടിനസ് തിരിച്ചു വരുമ്പോൾ ഗോൾ കീപ്പിങ്ങിൽ ശക്തമായ ഒരു ഗോൾ കീപ്പർ ഉണ്ടാകും. ഇനി ടാഗ്ലിയാഫിക്കോ ഇല്ലെങ്കിൽ സെൻസി തന്നെയായിരിക്കും ടീമിലേക്ക് വരിക. അങ്ങനെ വരുമ്പോൾ ആദ്യ കളിയിൽ എന്തായാലും ടാഗ്ലിയാഫിക്കോ ഉണ്ടാവില്ല. രണ്ടാമത്തെ അല്ലെങ്കിൽ അദ്ദേഹത്തിന് കളിക്കാൻ കഴിയട്ടെ. എന്തായാലും എമിലിയാനോ മാർട്ടിനസ് ആദ്യ കളിയിൽ ഉണ്ടാകുമെന്ന സൂചന കിട്ടുന്നത്, ഉറപ്പൊന്നും പ്രഖ്യാപനമൊന്നും ഉണ്ടായിട്ടില്ല, പക്ഷെ ആദ്യ കളിയിൽ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന സൂചന കിട്ടുന്നത് വളരെ ശുഭകരമാണ് അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം.